السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കുവാനും മാനവരാശിക്ക് മാർഗദർശക ഗ്രന്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിനെ ശരിയായ രൂപത്തിൽ പരിചയപ്പെടുവാനും വേണ്ടി ഈ പ്രദേശത്തുള്ള മുജാഹിദുകൾ സംഘടിപ്പിച്ചിട്ടുള്ള മഹാത്ഭുതം ഖുർആൻ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക് എക്സിബിഷനോടനുബന്ധിച്ച് നാം സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാം നിലകൊള്ളുന്നത് ഏകദൈവ ആരാധനയിലാണ്. ഈ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണ് ഇസ്ലാമിനെ മറ്റുള്ള മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്. ലോകത്ത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുവാനും പരിചയപ്പെടുത്തുവാനും പ്രപഞ്ച സൃഷ്ടാവായ പടച്ചതമ്പുരാന്റെ ആദർശം പഠിപ്പിക്കുവാനും വേണ്ടി നിയുക്തരായ മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ പ്രബോധിത സമൂഹത്തോട് വളരെ പ്രാമുഖ്യത്തോടും പ്രാധാന്യത്തോടും കൂടി പ്രബോധനം ചെയ്തത് സൃഷ്ടാവായ പടച്ചതമ്പുരാനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നതാണ്. അവന് പുറമെ ഒരു ആരാധ്യനെയും സ്വീകരിക്കുവാൻ പാടില്ല. നേർച്ചകളും വഴിപാടുകളും അതേപോലെ തന്നെ ആരാധനയുടെ ഏതേത് വശങ്ങളുണ്ടോ അതെല്ലാം തന്നെ സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാന് നൽകണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാർ നിയുക്തരായിട്ടുള്ളത്. മാനവരാശി ഭൂമി ലോകത്ത് അധിവസിക്കുന്നത് ആരംഭിച്ച മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സന്തോഷവാർത്ത അറിയിച്ചതുപോലെ ദിവ്യ സന്ദേശം മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ മാർഗദർശനം സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ പരാജയത്തെ പേടിക്കേണ്ടതില്ല. ഭീതിയില്ലാതെ ഏത് രംഗത്തും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ദിവ്യദർശനം അവർ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന ഈ ആദർശത്തെ ആര് സ്വീകരിക്കുന്നുവോ
ആരനുധാവനം ചെയ്യുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഒന്നാമതായി നിയുക്തനായ അള്ളാഹുവിന്റെ ദൂതൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മാനവരാശി ഭൂമിയിൽ ജീവിതം ആരംഭിച്ചതിന് 10 തലമുറകൾക്ക് ശേഷം, ഏതാണ്ട് 10 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നിയുക്തനാകുന്നത്. അദ്ദേഹം കടന്നു വരുമ്പോൾ മനുഷ്യന്മാർ ആരാധിക്കപ്പെടുന്ന അവസ്ഥയാണ്. അവരുടെ കൂട്ടത്തിൽ സദ്വൃത്തരായ ആളുകളുടെ ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കി അവരെ ആരാധിക്കുകയും അവരുടെ മുന്നിൽ ഭജനമിരിക്കുകയും അവർക്ക് വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവന് പുറമെ യഥാർത്ഥത്തിൽ ആരാധനകൾ അർപ്പിക്കുവാൻ യാതൊരു ശക്തിയും നിങ്ങളുടെ മുമ്പിലില്ല, അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തെ പഠിപ്പിച്ചു. തുടർന്ന് ഇങ്ങോട്ട് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാണ് പഠിപ്പിക്കുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സന്ദർഭത്തിൽ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആരാധിക്കപ്പെടുന്ന ബിംബമായി കഅബയുടെ ചുറ്റുഭാഗത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖൗമ് ആരാധിച്ച വദ്ദിനെയും സുവാഇനെയും അവർ ആരാധിക്കുന്നു. അതേപോലെ തന്നെ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിച്ചു. അതിനു വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൂതന്മാരായി തന്റെ അനുയായികളെ വിവിധ ദിക്കുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരോട് ആദ്യമായി സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടത് സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന സന്ദേശം നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ, അതവർ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ 5 നേരത്തെ നമസ്കാരത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രബോധിത സമൂഹത്തെ ധൈര്യപ്പെടുത്തണം. തുടർന്ന് സക്കാത്തും ഹജ്ജും റമളാനിലെ നോമ്പുമെല്ലാം പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൂതന്മാരായി നിയോഗിച്ചയച്ച മുആദ് റളിയല്ലാഹു അൻഹുവിനും അതേപോലെയുള്ള സുഹാബ കിറാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇസ്ലാമിന്റെ അടിത്തറ. അത് നഷ്ടപ്പെട്ടു പോയാൽ, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം അധപ്പതിച്ചു പോയാൽ എത്രമേൽ നന്മകൾ ചെയ്താലും അവരുടെ നന്മകളൊന്നും അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുമ്പുള്ള ആളുകളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ ആരാധിക്കുകയും അവന് മാത്രം നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ആരാധനയുടെ സർവ്വ മേഖലകളും അവന് മാത്രം സമർപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സൂക്ഷ്മതാബോധത്തോടുകൂടി തഖ്വയോടുകൂടി ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഉത്ബോധനത്തിൽ നിന്ന് ആളുകൾ മാറിപ്പോവുകയും വ്യത്യസ്തങ്ങളായ ആദർശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ അടിത്തറയായ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദുർ റസൂലുള്ളാഹിയും അംഗീകരിക്കാതിരിക്കുകയും തന്നിഷ്ടപ്രകാരം ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഇസ്ലാമിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകുകയും വ്യതിയാന കക്ഷികൾ ഉടലെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്കുള്ള വസിയ്യത്ത് എന്നോണം വിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 115-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാ എത്രേ നേരായ വഴി, സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഏറ്റവും ഋജുവായ ചൊവ്വായ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വഴിയാണ്. ഫത്തബിഊഹു, ആ വഴിയെ നിങ്ങൾ അനുധാവനം ചെയ്യുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരുകയും ചെയ്യണം. വലാ തത്തബിഉ സുബുൽ, ഇതിനു വിരുദ്ധമായ, അതിന് സമാനമായി വിവിധ ദിശകളിലേക്ക് ആളുകളെ നയിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാച് വലയൊരിച്ച് കാത്തിരിക്കുകയാണ്. ആ പൈശാചികമായ ദുർബോധനത്തിന് വിധേയമായി വ്യത്യസ്തമായ വഴികൾ നിങ്ങൾ സ്വീകരിക്കരുത്, അത് അനുധാവനം ചെയ്യരുത്.
ഫതഫറക ബികും അൻ സബീലിഹി. അങ്ങനെ പൈശാചികമായ ദുർബോധനത്തിന് വിധേയമായി വിവിധ വഴികൾ സ്വീകരിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ ഋജുപാതയിൽ നിന്ന് പിശാച് നിങ്ങളെ തെറ്റിച്ചു കളയുകയും ഛിദ്രിപ്പിച്ചു കളയുകയും ചെയ്യും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സാരോപദേശമാകുന്നു ഇത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. മനുഷ്യന്മാർ ഏക സമുദായമായിരുന്നു. ഏക സമൂഹമായ മനുഷ്യന്മാരിലേക്ക് ഫബഅസല്ലാഹു നബിയ്യീൻ. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർ മനുഷ്യന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും നരകത്തിന്റെ കഠോരമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആ പ്രവാചകന്മാർ നിയോഗിച്ചയക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഫഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്. സത്യപ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ ജനതയിലേക്കും യഥാർത്ഥ ആദർശം എന്താണ് എന്ന് പഠിപ്പിക്കുവാനുള്ള വേദഗ്രന്ഥങ്ങൾ അല്ലാഹു ഇറക്കുകയും ചെയ്തു. ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫു. ആളുകൾ ഭിന്നിച്ചു പോയ വിഷയങ്ങളിൽ ആദർശതലത്തിൽ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചതിൽ ഐക്യമുണ്ടാക്കുന്നതിനു വേണ്ടി ആ ആദർശത്തെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും സാഹോദര്യവും ഐക്യവും നിലനിർത്തുകയും ചെയ്യുന്നതിനു വേണ്ടി ആ മതഗ്രന്ഥത്തെ പിന്തുടരുകയും അതിനനുസൃതമായി കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഗ്രന്ഥങ്ങൾ അതിന്റെ അവസാന പതിപ്പായ വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. പക്ഷേ മനുഷ്യന്മാരുടെ കക്ഷി മാത്സര്യവും അതേപോലെ തന്നെ വാശിയും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ മാർഗത്തിൽ സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തുകയാണ്. അവർക്ക് അഹങ്കാരമുണ്ടാകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നേർമാർഗത്തിലേക്ക് വരാൻ അല്ലാഹു ഉദ്ദേശിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ കക്ഷികളാവുകയും വിശുദ്ധ ഖുർആനിൽ നിന്ന് പോലും പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ പരതുകയും ജനസമൂഹത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും മോശമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മുസ്ലിം സമൂഹം അധപ്പതിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് അവനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. സുജൂദ് നിർവഹിക്കുന്ന പള്ളികളെല്ലാം അല്ലാഹുവിന്റേതാണ്. ആ പടച്ച തമ്പുരാനോട് കൂടെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന പ്രഖ്യാപനം നടത്തുവാൻ ആവശ്യപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ വ്യത്യസ്തങ്ങളായ ഖബറിടങ്ങൾ തേടിപ്പോവുകയും അവിടെ തങ്ങളുടെ സങ്കടങ്ങൾ അർപ്പിക്കുകയും പടച്ച തമ്പുരാന് പോലെ സൃഷ്ടികളുടെ മുമ്പിൽ തപിക്കുന്ന ഹൃദയവുമായി ആളുകളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദേശം എന്താണ് എന്ന് മനുഷ്യ സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും പ്രബോധനം ചെയ്യുവാൻ മുജാഹിദുകൾ തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ദൗത്യമാണ് സമൂഹത്തിൽ നിർവഹിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഒരുപാട് ആളുകൾ കൂടുകയും ആ കൂടിയിരുന്ന ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മതപരമായ തങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം മനസ്സിലാക്കുവാൻ വേണ്ടി കടന്നു വന്ന ഒരു മനുഷ്യൻ പ്രവാചകന്റെ ചുറ്റും ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി കൊടുത്തു. പ്രവാചകനാണ് തന്റെ മുന്നിലിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം അലൈക്കസ്സലാം, താങ്കൾക്ക് ദൈവത്തിന്റെ സമാധാനവും രക്ഷയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ കടന്നു വന്നത് അലൈക്കസ്സലാം എന്നല്ല പറയേണ്ടത്, അസ്സലാമു അലൈക്ക എന്ന് പറയണം എന്ന് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ നബി താൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് കൃത്യമായി അദ്ദേഹത്തെ പഠിപ്പിച്ചു. അന റസൂലുള്ളാഹ്, ഞാനാണ് അള്ളാഹുവിന്റെ ദൂതൻ. അല്ലദീ ഇദാ സ്വാബക ദുർറുൻ ഫദഅഉതഹു, നിനക്കേതെങ്കിലും പ്രയാസമുണ്ടാകുകയും ആ പ്രയാസം ബാധിച്ച സന്ദർഭത്തിൽ നീ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ പ്രയാസം നീക്കിത്തരുന്ന ദൈവമയച്ച പ്രപഞ്ച സൃഷ്ടാവായ നാഥനയച്ച പ്രവാചകനാണ്. നിനക്ക് ജീവിതത്തിൽ ക്ഷാമമുണ്ടാകുകയും പ്രയാസമുണ്ടാവുകയും കഠോരമായ വരൾച്ച ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നീ ആ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദൈവം നിന്റെ പ്രയാസം നീക്കിത്തരും. അങ്ങനെയുള്ള റബ്ബയച്ച പ്രവാചകനാണ് ഞാൻ. നീ യാത്ര ചെയ്യുന്ന മധ്യേ നിന്റെ വാഹനം നഷ്ടപ്പെടുകയും അത് നിനക്ക് കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഏതൊരു ദൈവത്തോടാണോ നീ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്ന ദൈവം, ആ ദൈവത്തെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ നിനക്ക് ഉത്തരം നൽകുകയും നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കിത്തരികയും ചെയ്യുന്ന റബ്ബയച്ച പ്രവാചകനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ കേരളീയ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ താവായ പടച്ച തമ്പുരാനെ മാത്രം പ്രാർത്ഥിക്കണം. അവനാണ് ആകാശലോകത്തെ നമുക്ക് മേലാപ്പായി സംവിധാനിച്ചത്, ഭൂമിയെ ഒരു വിരിപ്പായി സംവിധാനിച്ചത്. വാൻസല മിനസ്സമാഇ മാഅ, നമ്മൾ വെള്ളത്തിനു വേണ്ടി ഏറെ ആഗ്രഹിക്കുകയും വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോഴും ദൈവത്തിന്റെ കാരുണ്യമില്ല എങ്കിൽ ഒരിച്ചു വെള്ളം പോലും ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി തന്നെ തിരിച്ചറിയുകയും ചെയ്തൊരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു, വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തുനിന്ന് വെള്ളം ഇറക്കി തന്നവൻ പടച്ച തമ്പുരാനാണ്. ഭൂമിയെ തരിളിതമാക്കുകയും ഭൂമിയെ വീണ്ടും സജീവമാക്കുകയും ചെയ്യുന്നവൻ പടച്ച തമ്പുരാനാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, ആ സൃഷ്ടാവായ എല്ലാം സംവിധാനിച്ച, ആകാശത്തെ മേലാപ്പാക്കിയ, ഭൂമിയെ സംവിധാനിച്ച, ആകാശലോകത്തുനിന്ന് വെള്ളമിറക്കി തന്ന, അതേപോലെ തന്നെ ഭൂമിയെ സജീവമാക്കിയ, കായ്കനികളും ഭക്ഷ്യലതാദികളും സസ്യലതാദികളും ഭൂമിയിൽ നിന്ന് മുളപ്പിച്ച പടച്ച തമ്പുരാന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരുടെ ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതവിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും സുന്ദരമായ സന്ദേശം, ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ, ഈ സമൂഹം ഏകോദര സമൂഹമാണ്. ആ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുകയും അവനെ പൂർണ്ണമായും ദൈവമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് അവനിൽ പൂർണ്ണമായും തവക്കുൽ ചെയ്തുകൊണ്ട് എല്ലാ നിലക്കും അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരൊറ്റ സമൂഹമായി മാറുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ സന്ദേശമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം ഇൻസൈറ്റുകളിലൂടെ, ഇത്തരം എക്സിബിഷനുകളിലൂടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രൂപത്തിലുള്ള ഇൻസൈറ്റുകൾ സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. മലപ്പുറം ജില്ലയിൽ തന്നെ പെരിന്തൽമണ്ണയിൽ ഇൻസൈറ്റ്, ഈ അടുത്ത കാലത്ത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷൻ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു. കേരളത്തിന്റെ തെക്കേയറ്റമായ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലും എറണാകുളത്ത് ആലുവയിലും അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടക്കലിലും ഇതേപോലെയുള്ള എക്സിബിഷനുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ 8-ാം തീയതി മുതൽ നടന്നുവരുന്ന ഈ എക്സിബിഷൻ ഇൻഷാ അല്ലാഹ് നാളെ അവസാനിക്കുകയാണ്. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ മഹാന്മാരും അതേപോലെ തന്നെ ഉന്നത ശീർഷരായ ആളുകളും ഈ എക്സിബിഷൻ കാണുകയും അവർ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി നമുക്ക് പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ മന്ത്രി അനിൽകുമാർ അവറുകൾ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടെ ഈ എക്സിബിഷന്റെ സന്ദേശം എന്ന് പറയുന്നത് മാനവിക ഐക്യമാണ്. ഏകനായ സൃഷ്ടാവിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതിലൂടെ മാനവിക ഐക്യം സമൂഹത്തിലുണ്ടാകണം, ശാന്തിയും സമാധാനവും ഉണ്ടാകണം. ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ്.
സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ദർശനം എന്നുള്ള നിലയ്ക്ക് ഇതിലേക്ക് ആളുകളെ നിസ്വാർത്ഥമായി ക്ഷണിക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടി ഇത്തരുണത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനായ നമ്മുടെ മന്ത്രി അനിൽകുമാർ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാത്ഭുതം ഖുർആൻ ഇൻസൈറ്റ് എക്സിബിഷന്റെ ഭാഗമായുള്ള ആദർശ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് കേരളത്തിന്റെ കൽപ്പനായ പിന്നോക്ക ക്ഷേമ വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ സാറിനെ വളരെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ആദരണീയരായ സെയ്ദ് ഹാജി നെടിയിരുപ്പ്, അതുപോലെ തന്നെ അബ്ദുൽ മാലിക് സലഫി, ഫദ്ലുൽ ഹക്ക് ഉമരി, സാബിർ നവാസ്, അബ്ദുൽ റൌഫ് നദ്വി, വളരെ വിശദമായ പ്രഭാഷണം നടത്തിയ ബഹുമാനായ നബീൽ രണ്ടത്താണി, ശ്രീ ഹുസൈൻ കോയ, മറ്റ് വേദിയിലുള്ള പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, മഹാത്ഭുതം ഖുർആൻ എന്ന ആശയമായി ഇൻസൈറ്റ് എക്സിബിഷൻ സംഘടിപ്പിക്കുമ്പോൾ അതിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് പങ്കെടുക്കുന്നത്. യഥാർത്ഥത്തിൽ കോട്ടക്കലിൽ ഇൻസൈറ്റ് എക്സിബിഷൻ നടത്തുമ്പോൾ എന്തായാലും പങ്കെടുക്കാം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ കോട്ടക്കലിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടിയിൽ എക്സിബിഷൻ നടക്കുമ്പോൾ എന്തായാലും എത്തിച്ചേരണം എന്നുള്ളത് കൊണ്ടാണ് അല്പം വൈകിയാണെങ്കിലും ഇവിടെ എത്തിയത്. ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല ഇൻസൈറ്റ് നടത്തുന്ന എക്സിബിഷൻ, മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന എക്സിബിഷന് ഒരു സാന്നിധ്യം അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നബീൽ രണ്ടത്താണി വളരെ വിശദമായി തന്നെ ഇന്നത്തെ കാല സാഹചര്യങ്ങളെക്കുറിച്ച്, ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച്, മതപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും മുജാഹിദ് പ്രസ്ഥാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളം ഇന്ന് ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ സാമൂഹികമായും വിദ്യാഭ്യാസമായും ഒക്കെ മുന്നോട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ ഒരു വളർച്ചയിൽ 1957 ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം വന്ന ഗവൺമെന്റ്